അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊക്കെ ബൂരിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു ആലു ബാജി ഉണ്ടാക്കിയാലോ? ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി ബാജി, ആലു ബാജി ഉണ്ടാക്കാം അല്ലേ? വളരെ പെട്ടെന്ന് ആലു പുഴുങ്ങിയെടുത്തിട്ട് ചെറിയ മസാലയിലിട്ടിട്ട് ആലു ബാജി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. ബൂരിൻ്റെ കൂടെ ആലു ബാജി കഴിക്കുകയാണെങ്കിൽ ആ ബൂരിക്കും ടേസ്റ്റായിരിക്കും. മറ്റുള്ള കറികളിലാരൊക്കെ ഏറ്റവും ടേസ്റ്റോട് കൂടിയിട്ട് ബൂരി കഴിക്കാൻ പറ്റുന്നത് ആലു ബാജിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരിയൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൊണ്ടു. ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കൊണ്ടു. നമ്മളെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ബൂരിയുടെ കൂടെ അവർ കഴിക്കുന്നൊരു സാധനമാണ് ബാജി. നമ്മളെ നാട്ടിൽ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ബൂരി ബാജി കിട്ടൂലേ? അപ്പോൾ അതേമാതിരി വീട്ടിലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെക്കുക, പിന്നെ ഉള്ളിയും തക്കാളി ഒക്കെ ഇട്ടിട്ട് മസാല വാട്ടിയെടുക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർക്കുക. കൂടുതൽ എരിവ് വേണ്ടവർ പച്ചമുളക് അധികം ചേർക്കുക. മുളകും പൊടി വളരെ കുറച്ച് ചേർക്കുക. മഞ്ഞൾപ്പൊടി, വേറൊരു മസാലകളൊന്നും ആവശ്യമില്ല. എരിവിന് ആവശ്യമുള്ളൊരു ഇതേമാതിരി പച്ചമുളക് നന്നായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോഴാണ് ബാജിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകുക. മുളകും പൊടി മല്ലിപ്പൊടിയൊന്നും കൂടുതലായി കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി മുളകും പൊടിയാണ് ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ വെള്ളം തന്നെ ഒഴിക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കട്ടി ഉണ്ടാവും. അല്ലെങ്കിലും കട്ടി ഉണ്ടാവും ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട്. അതേമാതിരി ഉള്ളി വാട്ടുമ്പോൾ നല്ലോണം മറ്റുള്ള കറികൾക്കൊന്നും വാട്ടുന്ന മാതിരി നല്ല വേവിക്കാതിരിക്കുക. ചെറുതായിട്ട് ആ ഉള്ളി അതിലിങ്ങനെ കടിക്കണം ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ. അപ്പോഴാണ് ആ ബാജിക്കൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കി. വീഡിയോ കാണുമ്പോൾ തന്നെ അപ്പോൾ അതിനൊരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളെ കമൻറ്റും അതിൽ രേഖപ്പെടുത്തണം. ഒരു കമൻറ്റ് ഇടാനും മറക്കരുത്. പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഹാളിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതുപോലത്തെ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കി.